എക്സാം വരുന്നത് അല്ലെ, നമുക്ക് പൊളിച്ച് എഴുതേണ്ടതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് വാർത്താലാപ്. ഇതുവരെ നമുക്ക് ഈ ഒരു വാർത്താലാപ് എഴുതാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ ഒരു എക്സാമിന് വാർത്താലാപ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് വാർത്താലാപ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ്. നമ്മൾ എന്താണ് സംസാരിക്കുക അല്ലെ, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് സംസാരിക്കുന്നതിനാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്, വാർത്താലാപ് എന്നാണ് അല്ലെ. മക്കളെ എന്ത് ചെയ്യണം, വാർത്താലാപ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒരു പാഠത്തുനിന്ന് ഇത് ചോദിക്കും ഷുവർ ആയിട്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വാർത്താലാപകൾ നോക്കാം. ദോ ബായി എന്ന് പറയുന്നത് നമ്മുടെ 2 ചേട്ടന്മാരുടെ കഥ ഉണ്ടായിരുന്നില്ലേ, ആ കഥയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് വാർത്താലാപാണ്. ചേട്ടനും പിന്നെന്താണ് അനിയനും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം, അതായത് ബഡാ ബായ് വലിയ സഹോദരൻ, ചോട്ടാ ബായ് ചെറിയ സഹോദരൻ തമ്മിലുള്ള സംഭാഷണം വാർത്താലാപം എന്ന് പറയുന്നത്. അതായത് എന്താണ്, അവർ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തു അല്ലെ, പക്ഷെ എന്താണ് അവരുടെ വിളകളൊന്നും അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. രണ്ടുപേരും വിശന്നിരിക്കും അല്ലെ. ഈ വിശപ്പുള്ള സമയത്ത് അവർ സംസാരിക്കുന്ന സംഭാഷണം എന്തായിരിക്കും, വാർത്താലാപം എന്തായിരിക്കും, അത് എഴുതാൻ വേണ്ടി മക്കളോട് ചോദിക്കും. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്, ഇത് പഠിച്ചിട്ട് പോയിക്കോളാം. ഇത് 2 രീതിയിൽ വരും കേട്ടോ നമ്മുടെ എക്സാമിന്. ഒന്ന് ഇതേപോലെ തന്നെ ചോദിക്കും, നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്റ് തന്നിട്ടുണ്ടാവും, ഇത് എടുത്ത് എഴുതാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മെഗാ മാരത്തോണിൽ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് പഠിച്ചു വെക്കാൻ നോക്കിയേ. ബഡാ ബായ് അല്ലെ, ഫസ്റ്റ് ആദ്യത്തെ വലിയ സഹോദരൻ പറയാണ് ബഹുത്ത്, ഒരുപാട്. എന്താണ് ബഹുത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് അല്ലെ. ഒരുപാട് എന്തുണ്ടെന്നാ പറയുന്നത്, ഭൂക്ക് ലഗി ഹേ. ഭൂക്ക് എന്ന് വെച്ചാൽ എന്താണ്, വിശപ്പാണ് അല്ലെ. ഒരുപാട് ഭൂക്ക് എന്ന് വെച്ചാൽ എന്താണ്, വിശപ്പ്. ലഗ് രഹി ഹേ, ഉണ്ടാവുന്നുണ്ട് ചേട്ടാ എന്ന് എന്ത് പറയാണ്, ചേട്ടനല്ല അനിയ എന്ന് നമ്മുടെ ബഡാ ബായി പറയാണ്, വലിയ സഹോദരൻ പറയാണ്. അപ്പൊ ചോട്ടായി ബായി എന്ന് പറയും ഹാ മുജേ ബി, മുജേബി എനിക്കും എന്ന് പറയാണല്ലേ. എന്താണ്, എനിക്കും എന്ത് വരുന്നുണ്ട്, വിശപ്പ് വരുന്നുണ്ട് എന്ന് പറയാണ്. ബഡാബായി അപ്പൊ എന്ത് പറയും, തും ഗാന ഗാനെ ജാവോ. തും ഗാന, ഗാന എന്താണ്, ഫുഡ് ആണ് അല്ലെ. ഫുഡ് ഗാനെ, കഴിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ, ജാവോ പോകൂ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ചോട്ടാബായി ചെറിയ സഹോദരൻ എന്ത് പറയുന്നു, ആപ്പ് പെഹ്ലെ ജായി. ആപ്പ് താങ്കൾ, ആപ്പ് എന്ന് വെച്ചാൽ എന്താണ്, താങ്കളാണ് അല്ലെ. താങ്കൾ ആദ്യം ജായിയെ പോകൂ എന്ന് പറയാണ് അല്ലെ. ആദ്യം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാണ് ചേട്ടനോട് അല്ലെ. അപ്പൊ ചേട്ടൻ എന്ത് പറയാണ്, ടീക്കെ ഓക്കെ എന്ന് പറയാണ്. ഇതാണ് നമ്മുടെ സംഭാഷണം എന്ന് പറയുന്നത്. ഇത് മക്കള് നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോയിക്കോളാം കേട്ടോ. ഇനി വേറൊരു സംഭാഷണം കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് നന്ന ഉല്ലു അമ്മ ഉല്ലു തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം വാർത്താലാപ്. ഇതും ഒരുപാട് പ്രാവശ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം. നോക്കാം, നന്ന ഉല്ലു എന്താണ്, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. നന്ന ഉല്ലു പറയാണ്, നമ്മുടെ കുഞ്ഞുമൂങ്ങ് പറയാണ് എന്ത്, അമ്മേ ഏക്ക് ബാത്ത് പൂച്ചു, ഒരു ചോദ്യം ചോദിക്കട്ടെ. പൂച്ചു എന്ന് വെച്ചാൽ എന്താണ്, ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ അമ്മ ഉല്ലു എന്ത് പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞു, അമ്മയായിട്ടുള്ള മൂങ്ങ എന്ത് പറഞ്ഞു, ഹാ പൂച്ചു, ചോദിക്കൂ എന്ന് പറയാണ് അല്ലെ. ചോദിക്കൂ എന്ന് പറയാണ്. അമ്മ സമുദ്ര കിത്തന ഗഹരാ ഹേ. നമ്മുടെ കുഞ്ഞുമൂങ്ങ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, സമുദ്രം കിത്തന എത്ര, ഗഹരാ ഹേ ഡീപ്പാണ് എന്ന് ചോദിക്കാണ് അല്ലെ. എത്രത്തോളം ഡീപ്പാണ് എന്ന് ചോദിക്കാണ്. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, ബഹോത് ഗഹര, ഒരുപാട് എന്താണ്, ഡീപ്പാണ് എന്ന് പറയാണ് അല്ലെ. അപ്പൊ നന്നാവുല്ലു വീണ്ടും ചോദിക്കാണ്, കുഞ്ഞുമൂങ്ങ വീണ്ടും ചോദിക്കാണ് എന്ത്, കിത്തന ഗഹര, എത്ര ഡീപ്പ് എന്ന് ചോദിക്കാണ് അല്ലെ. അപ്പൊ നമ്മുടെ അമ്മ ഉല്ലു പറയാണ് ലഗ്ഭഗ് ഏകദേശം, ഉത്തനാഹി ഗഹരാഹേ അത്രത്തോളം ഡീപ്പാണ്, ഊഞ്ച ആസ്മാൻ ഹേ എത്രത്തോളം നമ്മുടെ ആസ്മാൻ എന്ന് വെച്ചാൽ എന്താണ്, സ്കൈ ആണ് അല്ലെ. ഊഞ്ച എന്ന് വെച്ചാൽ എന്താണ്, ഉയരം എന്നുള്ള അർത്ഥം അല്ലെ. നമ്മുടെ സ്കൈയുടെ ഉയരം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഗഹരയാണ്, ഡീപ്പാണ് എന്ത്, നമ്മുടെ ഈ ഒരു സീ എന്നാണ് പറയുന്നത്, സമുദ്രം എന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ ഇത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മക്കളെ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കാറ് ഇത് എങ്ങനെയാണെന്നറിയോ, ഒന്നില്ലെങ്കിൽ ബോക്സിൽ ഹിന്റ് തരും,
അല്ലെങ്കിൽ സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വിട്ടിട്ട് നിങ്ങൾക്ക് ബോക്സിലായിട്ട് ഇതേ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഇതിൽ എങ്ങനെ ഈ 2 രീതിയിലാണ് ഇത് ചോദിക്കാറ്. കാണാതെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വരാറില്ല. എങ്ങനെയാണെങ്കിലും മക്കൾ ഇതേ ഇങ്ങനെയാണ് വാർത്താലാപം എഴുതുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം കേട്ടോ. കഥാപാത്രം എഴുതാ, പിന്നെന്താണ് ഇത് 2 കുത്തിട്ടിട്ട് ഓരോ കഥാപാത്രങ്ങളായിട്ട് സംസാരിക്കുന്ന രീതി. വാർത്താലാപം എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മക്കള് പോണം. അപ്പം നാളത്തെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ബൈ ബൈ.